ഒരു തരത്തിലും വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വ്യക്തമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളിൽ പരിക്കുണ്ടാവും. ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചോ? കൂടുതൽ വിവരങ്ങൾ. സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി ഇ ഡി ഉദ്യോഗസ്ഥർ CRPFന്റെ സുരക്ഷാ അകമ്പടിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടായത്. ആദ്യം ഒരു വശത്തെ കൂടി നിൽക്കുകയെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിക്കൊണ്ട് പ്രതിഷേധക്കാർ വാഹനങ്ങൾക്കടുത്തേക്ക് ഇരമ്പി അടുത്തതോടെയാണ് പ്രതിഷേധം എല്ലാ സീമകളും മറന്ന് വാഹനത്തിന് നേരെ ഒരു വാഹനം ചില്ലുകൾ തകർക്കുന്ന തരത്തിലേക്ക് വരെ നീണ്ടത്. തുടർന്ന് മുൻപിലും പിൻവശത്തും പോയ രണ്ട് വാഹനങ്ങളുടെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളെ ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പോലീസ് ഈ വാഹനം തകർത്തവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ ബേക്കറി ജംഗ്ഷനിൽ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പരിക്കേറ്റ ഇ ഡി ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ. ഒരുപക്ഷെ ഇങ്ങനെ സംയമനം പാലിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് അവർ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ചുമതല CRPFനാണ്. പക്ഷേ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ അവർ വളരെ സംയമനത്തോടെ ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും മറ്റ് ഒരു തരത്തിലുള്ള വാഹനം ഇടയിലൂടെ പുറത്തേക്ക് കടത്താനുള്ള നീക്കങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അവരെ ഇപ്പോൾ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് ശാരീരികമായി നേരിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോലീസും കടന്നേക്കും. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ശാരീരികമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് അതിൽ ഒരു സംയമനത്തിന്റെ ഒരു പാതയായിരിക്കില്ല സ്വീകരിക്കുന്നത്. അതിൽ കടുത്ത നടപടി അവർ ഉറപ്പുവരുത്തുമായിരിക്കും. അത്തരത്തിലേക്ക് നീക്കങ്ങൾ മാറുകയും ചെയ്യും. എന്തായാലും ജനറൽ ആശുപത്രിയിൽ അവരെ എത്തിച്ചിരിക്കുന്നുവെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അവസാനിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് നടപടികളിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ബേക്കറി ജംഗ്ഷനിലേക്ക് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. SFIയുടെ നേതൃത്വത്തിൽ ബേക്കറി ജംഗ്ഷനിൽ അവർ പ്രതിഷേധം നടക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനറൽ ആശുപത്രിയിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം, ഉദ്യോഗസ്ഥർക്ക് എത്ര തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള നിർണായകമായ ചോദ്യം നിൽക്കുകയാണ്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ അവർക്ക് പറ്റിയ പരിക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ട് വലിയ നടപടിയിലേക്ക് തന്നെ പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിഷേധക്കാർ വാഹനം പൊട്ടിച്ചു, ചില്ല് പൊട്ടിക്കുന്നു, ഡ്രൈവറിന്റെ അരികിലുള്ള ചില്ല് പൊട്ടിക്കുന്നു, ആക്രമിക്കുന്നു, പ്രതിഷേധം നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എത്ര പരിക്കാണ്, എത്ര വലിയ പരിക്ക്. തകർന്ന ആ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വളപ്പിലാണ് ഈ കാറുകൾ നിലവിൽ നിൽക്കുന്നത്. കാണാം, പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ ചില്ല് കൈകൊണ്ട് പൊട്ടിച്ചവയുണ്ട്, വടി കൊണ്ട് എറിഞ്ഞതുണ്ട്, ചെരുപ്പ് കൊണ്ട് എറിഞ്ഞതുണ്ട്, ഇഷ്ടിക കൊണ്ട് എറിഞ്ഞതൊക്കെ ആ പാടുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. പൂർണ്ണമായും ചില്ല് തകർന്നിരിക്കുന്ന കാഴ്ച, മുൻഭാഗവും പിൻഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ചില്ലുകൾ തകർന്നിരിക്കുന്ന കാഴ്ച. ഉള്ളിൽ ഉദ്യോഗസ്ഥർക്ക് എത്ര പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് ഇനി ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ സംഭവിച്ചതാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്നും പുറത്തേക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ഒരു ആക്രമണം അതെങ്ങനെയാണ് CRPF ഉദ്യോഗസ്ഥരുടെ ഒരുക്കേണ്ട സുരക്ഷയാണ്. പക്ഷെ അതുപോലും ഭേദിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ വലിയൊരു ആക്രമണം തന്നെ നടത്തിയത്. എന്നിട്ടും വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പെട്ട സാഹചര്യം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എത്രമാത്രം പരിക്ക് അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കണം. പക്ഷേ SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പോലീസിന്റെ നടപടിക്ക് പ്രതിഷേധിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട് SFIയുടെ മാർച്ചും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. മണിക്കൂറുകളോളം നീണ്ട പരിശോധന. ഏറ്റവും ഒടുവിൽ കണ്ടത് പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധമാണ്. അതും ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ. അവരുടെ കൃത്യനിർവഹണം ചെയ്തു, അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലുള്ള പ്രതിഷേധം ഉദ്യോഗസ്ഥർ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പരാതി കൊടുക്കുന്നു. ആക്രമിക്കപ്പെട്ട കാറ് ആ സ്റ്റേഷനിൽ നിൽക്കുന്നു. ഉദ്യോഗസ്ഥരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഈ നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ടും കൂടി പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും
ടാക്സി ഡ്രൈവർ ശ്യാംരാജിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹമാണ് വാഹനം ഓടിച്ചത്. നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ആ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവറിന്റെ ആ ഒരു ചില്ല് അത് ആക്രമിക്കുന്ന പ്രതിഷേധക്കാരെയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാകുന്നു. ജനറൽ ആശുപത്രിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കൂടി പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ED ഉദ്യോഗസ്ഥരെ മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നീക്കുന്നു. എത്ര പേർക്കാണ് പരിക്ക് പറ്റിയെന്ന സാഹചര്യം ഇനിയും കണക്കാക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, ED ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയെന്നൊരു സാഹചര്യം നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്നതും അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.